LibreOffice Impressലെ പ്രസന്റേഷൻ നോട്ട്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് നോട്ട്സും അവ പ്രിന്റ് ചെയ്യുന്നതും. നോട്ട്സിന് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഓഡിയൻസിന് വേണ്ടി ഓരോ സ്ലൈഡിലും കൂടുതൽ വിവരങ്ങളും റഫറൻസുകളും, പ്രസന്റേഷൻ സമയത്ത് പ്രസന്ററിന് ആവശ്യമുള്ള റഫറൻസ് നോട്ടുകൾ. സാമ്പിൾ impress.odp എന്ന പ്രസന്റേഷൻ തുറക്കുക. ഇടത് സ്ലൈഡ്സ് പെയിനിൽ നിന്ന് ഓവർവ്യൂ എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക. ടെക്സ്റ്റ് ഇങ്ങനെ മാറ്റുക: To achieve 30% shift to open source software within 1 year. To achieve 95% shift to open source software within 5 years. ഈ പേജ് പ്രിന്റ് ചെയ്യുമ്പോൾ വായനക്കാരനെ സഹായിക്കുന്ന രീതിയിൽ കുറച്ച് റഫറൻസ് മെറ്റീരിയൽ ചേർക്കാം. നോട്ട്സ് എഡിറ്റ് ചെയ്യാനായി നോട്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡിന് താഴെ ഒരു നോട്ട്സ് ടെക്സ്റ്റ് ബോക്സ് കാണിക്കുന്നു. ഇവിടെ നമുക്ക് നോട്ട്സ് ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ടോ അഡ് notesൽ ക്ലിക്ക് ചെയ്യുക. ഈ ബോക്സ് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഈ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക: Management would like to explore cost saving from shifting to open source software. Open source software has now become a viable option to proprietary software. Open source software will free the company from arbitrary software updates of proprietary software. നമ്മൾ ആദ്യമായി ഒരു നോട്ട് സൃഷ്ടിച്ചു. നോട്ട്സിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് ഇപ്പോൾ പഠിക്കാം. ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക. ഇംപ്രസ് വിൻഡോയുടെ ഇടത് വശത്ത് മുകളിലെ ഫോണ്ട് ടൈപ്പ് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. ട്വിക്ക് മോണോ സിലക്റ്റ് ചെയ്യുക. അടുത്തതായി ഫോണ്ട് സൈസ് ഡ്രോപ്പ് ഡൗണിൽ 18 സിലക്റ്റ് ചെയ്യുക. അതേ ടാസ്ക് ബാറിൽ ബുള്ളറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഇപ്പോൾ ബുള്ളറ്റ് pointsൽ കാണുന്നു. ഒരു സ്റ്റാൻഡർഡ് ഫോർമാറ്റിൽ എല്ലാ നോട്ട്സും സെറ്റ് ചെയ്യാനായി ഒരു നോട്ട്സ് മാസ്റ്റർ സൃഷ്ടിക്കാൻ പഠിക്കാം. മെയിൻ മെനുവിൽ വ്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. നോട്ട്സ് മാസ്റ്റർ വ്യൂ കാണപ്പെടുന്നു. രണ്ട് സ്ലൈഡുകൾ കാണപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഇതിനർത്ഥം ഈ പ്രസന്റേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ മാസ്റ്റർ സ്ലൈഡിനും ഓരോ നോട്ട്സ് മാസ്റ്റർ ഉണ്ട് എന്നാണ്. നോട്ട്സ് മാസ്റ്റർ സ്ലൈഡ് ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. ഇവിടെ സെറ്റ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് പ്രഫറൻസസ് പ്രസന്റേഷനിലെ എല്ലാ നോട്ട്സിലും അപ്ലൈ ചെയ്യപ്പെടുന്നു. സ്ലൈഡ്സ് പെയിനിൽ ആദ്യത്തെ സ്ലൈഡ് സിലക്റ്റ് ചെയ്യുക. നോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കാണിക്കുന്ന ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക. ഇംപ്രസ് വിൻഡോയുടെ മുകളിൽ ഇടത് വശത്ത് ഫോണ്ട് സൈസ് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് 32 സിലക്റ്റ് ചെയ്യുക. മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് എന്നിട്ട് ക്യാരക്ടർ. ക്യാരക്ടർ ഡയലോഗ് ബോക്സ് കാണുന്നു. ഫോണ്ട് ഇഫക്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് കളർ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് റെഡ് സിലക്ട് ചെയ്യുക. ഒക് കൊടുക്കുക. നോട്ട്സിൽ ഒരു ലോഗോ ചേർക്കാം. ഒരു ത്രികോണം ചേർക്കാം. ഡ്രാവിംഗ് ടൂൾ ബാറിൽ ബേസിക് ഷേപ്സ് ക്ലിക്ക് ചെയ്ത് ഐസോസെൽസ് ട്രയാങ്ങിൽ സിലക്റ്റ് ചെയ്യുക. നോട്ട്സ് ടെക്സ്റ്റ് ബോക്സിൽ മുകളിൽ ഇടത് കോണിൽ ത്രികോണം ഇൻസേർട്ട് ചെയ്യുക. ത്രികോണം സിലക്റ്റ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആരിയ ക്ലിക്ക് ചെയ്യുക. ആരിയ ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു. ആരിയ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. കളർ ക്ലിക്ക് ചെയ്ത് ബ്ലൂ 7 തിരഞ്ഞെടുക്കുക. ഇനി സൃഷ്ടിക്കുന്ന എല്ലാ നോട്ട്സിനും ഈ ഫോർമാറ്റിങ്ങും ലോഗോയും ഡിഫോൾട്ട് ആയിരിക്കും. ഒക് ക്ലിക്ക് ചെയ്യുക. മാസ്റ്റർ വ്യൂ ടൂൾ ബാറിൽ ക്ലോസ് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുക. മെയിൻ പെയിനിൽ നോട്ട്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇടത് വശത്ത് സ്ലൈഡ്സ് പെയിനിൽ ഓവർവ്യൂ എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക. മാസ്റ്റർ നോട്ട്സിൽ സെറ്റ് ചെയ്തതുപോലെ നോട്ട്സ് ഫോർമാറ്റ് ചെയ്യപ്പെട്ടത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നോട്ട്സ് പ്ലേസ് ഹോൾഡറും സ്ലൈഡ് പ്ലേസ് ഹോൾഡറും റിസൈസ് ചെയ്യുന്നതെങ്ങനെയെന്ന് പഠിക്കാം. സ്ലൈഡ് പ്ലേസ് ഹോൾഡർ സിലക്റ്റ് ചെയ്യുക. മൗസിന്റെ ഇടത് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നീക്കുക.
നോട്ട്സ് പ്ലേസ് ഹോൾഡർ റിസൈസ് ചെയ്യാനായി ഇത് കൂടുതൽ സ്പേസ് സൃഷ്ടിക്കുന്നു. നോട്ട്സ് പ്ലേസ് ഹോൾഡറിന്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. സൈസ് വലുതാക്കുവാനായി മൗസിന്റെ ഇടത് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നീക്കുക. പ്ലേസ് ഹോൾഡർസ് നമ്മുടെ ആവശ്യാനുസരണം റിസൈസ് ചെയ്യുവാൻ പഠിച്ചു. നോട്ട്സ് പ്രിന്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് ഇപ്പോൾ നോക്കാം. മെയിൻ മെനുവിൽ ഫൈൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് സിലക്റ്റ് ചെയ്യുക. പ്രിന്റ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു. പ്രിന്റേഴ്സിന്റെ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള പ്രിന്റർ സിലക്റ്റ് ചെയ്യുക. നംബർ ഓഫ് കോപ്പീസ് ഫീൽഡിൽ 2 എന്റർ ചെയ്യുക. Propertiesൽ ക്ലിക്ക് ചെയ്യുക. Orientationന് താഴെ ലാൻഡ്സ്കേപ്പ് സിലക്റ്റ് ചെയ്ത് ഒക് കൊടുക്കുക. പ്രിന്റ് ഡോക്യുമെന്റിന് താഴെ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് നോട്ട്സ് സിലക്റ്റ് ചെയ്യുക. ലിബ്രിയോഫീസ് ഇംപ്രസ് ടാബ് സിലക്റ്റ് ചെയ്യുക. Contentsന് താഴെ സ്ലൈഡ് നാമെ ബോക്സ് ചെക്ക് ചെയ്യുക. ഡേറ്റ് ആൻഡ് ടൈം ബോക്സ് ചെക്ക് ചെയ്യുക. ഒറിജിനൽ കളർ ബോക്സ് ചെക്ക് ചെയ്യുക. പ്രിന്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിന്റർ സെറ്റിംഗ്സ് ശരിയായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലൈഡ്സ് ഇപ്പോൾ പ്രിന്റ് ചെയ്തു തുടങ്ങുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് നോട്ട്സ്, അവ പ്രിന്റ് ചെയ്യുന്നത്. ഒരു അസൈൻമെന്റ്. ഒരു പുതിയ പ്രസന്റേഷൻ തുറക്കുക. നോട്ട്സ് പ്ലേസ് ഹോൾഡറിൽ വിവരങ്ങൾ ചേർക്കുക. ചതുരം ചേർക്കുക. ഫോണ്ട് സൈസ് 36ഉം നിറം നീലയും ആക്കുക. ചതുരത്തിന്റെ നിറം പച്ച നൽകുക. സ്ലൈഡ് ടെക്സ്റ്റ് ഹോൾഡറും ആയി താരതമ്യപ്പെടുത്തി നോട്ട്സ് പ്ലേസ് ഹോൾഡറിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. നോട്ട്സ് ബ്ലാക്ക് ആൻഡ് whiteൽ പോർട്രെയ്റ്റ് ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യുക. നോട്ട്സിന്റെ 5 കോപ്പികൾ പ്രിന്റ് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.